ഇന്ന് ഒരു സീറോ കോസ്റ്റ് വളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഒരു 5 പൈസ പോലും ചെലവില്ലാതെ നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ നമ്മളെ എല്ലാ തൈകൾക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വളം ഉണ്ടാക്കിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കിയൊക്കെ കണ്ടാ. ഇത് നമ്മുടെ ചെടികൾക്ക് ഇതേപോലെ ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ നന്നായി വളരും. നമ്മൾ ചീര തൈകൾക്കും അതേപോലെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മുളകും തൈ കണ്ടില്ലേ, പൂവിടാൻ പാകത്തിൽ നിൽക്കുകയാണ്, അതിന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേണ്ട ചുവന്ന വേണ്ട, ഇതൊരു വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇതിനൊക്കെ കുറേശ്ശെ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടും. അങ്ങനെ ഈ വളം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രം എടുത്തിട്ട് പോവാം. ഇന്ന് 1 രൂപയുടെ ചെലവ് പോലും ഇല്ലാത്തൊരു വളമാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. മാത്രമല്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഈ ഡ്രം പുല്ല് കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് കൊണ്ടുവയ്ക്കാം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്ത് വളമാണ് ഉണ്ടാക്കാൻ പോണത്. അത് ഉണ്ടാക്കി നോക്കി അത് ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ ഗുണം മനസ്സിലാവുള്ളൂ. പുല്ലൊക്കെ പറിച്ച് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ പറമ്പ് വൃത്തിയാവുകയും ചെയ്യും. ഒരു ചെലവില്ലാതെ ഒന്നാന്തരം വളം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇനി ഇതില് പുല്ല് നിറച്ചതിന് ശേഷം ഇതിൽ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചു കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന കുറച്ച് കൊന്നയുടെ ഇലയാണ്. കൊന്നയുടെ ഗുണത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. വളരെയധികം നൈട്രജൻ കണ്ടന്റ് ഉള്ള ഒരു ഇലയാണ് ശീമക്കൊന്നയുടെ ഇല. ഇത് മാത്രം പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല പച്ച കളറാണ് നമ്മളെ വെള്ളത്തിന്. നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുക. ഇതിൽ നൈട്രജൻ കണ്ടന്റ് മാത്രമല്ല പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശീമക്കൊന്നയ്ക്ക് മണ്ണിന്റെ ഗുണനിലവാരം ഉയർത്താനും സാധിക്കും. നമ്മളെ ഡ്രം നിറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പച്ചിലകൾ ഇതിൽ പറിച്ചിടുന്നുണ്ട്. സാധാരണ തെരഞ്ഞെടുത്തൊരു 10 തരം ഇലകൾ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യാറുണ്ട്. അതിന് പല ഇലകളും കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ഇലകളും പറിച്ചതിലിടുന്നത്. അത് നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞു തന്നിരുന്ന ഒരു മെത്തേഡാണ്. അത് ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ഇലകളും ഞാനിതിലിടുന്നത്. പച്ചില വളം ഒന്നാന്തരം വളം നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ ഇലകൾ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ബക്കറ്റിലൊക്കെ അരിച്ച് എടുത്ത് മാറ്റി വെച്ചാൽ ഒരുപാട് കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. പച്ചിലകളൊക്കെ നിറച്ച് അതിൽ മേലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 ദിവസം കഴിഞ്ഞാൽ ഒരു വടിയെടുത്ത് കുറച്ച് നേരം അതിൽ കുത്തി കൊടുക്കണം നമ്മൾ. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു വടിയെടുത്ത് പിന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വളം നന്നായി കിട്ടുള്ളൂ. വളം റെഡി ആയി കഴിഞ്ഞാൽ അതിൽ ബക്കറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് 1 കപ്പോ 2 കപ്പോ ഒരു ബക്കറ്റിലേക്ക് എടുത്തിട്ട് അത് വെള്ളം നിറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചെടുക്കാൻ സാധിക്കും. ഇതിന് ഒരു ചെലവും ഇല്ല എന്ന് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാനും സാധിക്കും. 1 മാസത്തോളം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വളം റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കണ്ടില്ലേ, എല്ലാം ചീഞ്ഞ് അതിന്റെ എല്ലാ സത്തുകളും നമ്മുടെ വെള്ളത്തിലായിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിന്റെ കളർ ഒന്ന് കണ്ടു നോക്കണ്ടേ. മിനിമം 1 മാസമെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലേ, ഇത് നമുക്ക് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴും ആ വെള്ളത്തിന്റെ കളറിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ നമുക്ക് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വലിയ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് അധികം വെള്ളം ചേർക്കാത്തത്. നമ്മുടെ കൈപ്പക്ക പന്തലാണിത്. ഇതിന്റെ കടയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്ത് നിൽക്കുന്ന ചേമ്പിന്റെ ഇലയുടെ വലിപ്പം കണ്ടില്ലേ. ഇതുപോലത്തെ വളങ്ങളൊക്കെ തന്നെ ഞാൻ അതിനും കൊടുക്കാറുള്ളത്. ഒരു 1/2 കപ്പ് വീതം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. ഇത് നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ മണ്ണിന് നല്ല ഫലപുഷ്ടത നൽകും. ഇതിൽ നൈട്രജനും പൊട്ടാസ്യം ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇനി കയ്പ നന്നായി കഴിക്കുകയും ചെയ്യും. ചെറിയ തൈകൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. നമ്മുടെ ചുവന്ന വെണ്ടയാണ് ധാരാളം കഴിച്ചിട്ടുണ്ട്. കണ്ടാ, വെണ്ടയ്ക്കയുടെ വലിപ്പം കണ്ടില്ലേ. ഇതിന്റെ കടയിലും കൂടി കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക്. ഇതുപോലെ പൂവിട്ടതും അതേപോലെ കായ്ച്ചു തുടങ്ങിയായിട്ടുള്ള ചെടികൾക്കാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. കൂടുതൽ കായ്കൾ പിടിക്കാനും അതേപോലെ കായ്കൾ നന്നായി വളരാനും ഒരുപാട് കായ്കൾ നേരാനും ഇത് നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ വളം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണേ.